ഞാൻ എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, നൃത്തം പഠിക്കാൻ ഒരു പെൺകുട്ടിയെയും വിട്ടുകൊടുക്കരുത്. ലക്ഷങ്ങൾ സമ്മാനം കിട്ടിയാലും ശരി, നൃത്തം പഠിക്കാനും ഓട്ടം പഠിക്കാനും ചെറിയ നിക്കറിട്ട് ട്രൗസർ ഇട്ടിട്ട് പെൺകുട്ടികളൊക്കെ ഓടിയിട്ട് എന്തെങ്കിലും ഒരു വെങ്കലം നേടുക, അതാകരുത് നമ്മുടെ ലക്ഷ്യം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല തന്നതിന് നമ്മൾ ശുക്ർ ചെയ്യണം. നൃത്തം വെക്കുന്ന നർത്തകിമാര്, സംഗീതോപകരണങ്ങൾ പരസ്യമായി വെളിവായി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്ഥാനം പിടിക്കുന്നതാണ്. എവിടെയെങ്കിലൊക്കെ ഒരു മൗലിദോതിയിട്ട് നമ്മൾ ഈ കല്യാണത്തിൽ ബർക്കത്തുണ്ടായിക്കോട്ടെ എന്ന് കരുതി തീരുമാനിച്ച് വിടവാങ്ങുമ്പോഴേക്ക് അവിടെ മറ്റൊരു കൂട്ടം ആളുകൾ ഒരു ഭാഗത്ത് ഭക്ഷണം കഴിച്ച് ഒളിച്ചിരിക്കുന്നു, വേറെ പലതും പാടാൻ. അതിന് നല്ല ത്രാണിത്തമുള്ള ഉപ്പമാര് ഉമ്മമാര് സമ്മതിക്കരുത്. അവര് നേർക്കുനേറെ കാര്യങ്ങൾ പറയണം. ഇവിടെ അത് അനുവദിക്കൂല എന്ന് തുറന്നു പറയണം. അതിനേക്കാളും അബദ്ധമുണ്ട്. പുരുഷന്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീ വരുന്ന സമയത്ത് അവിടെ ചില ആളുകളുണ്ട് കൊട്ടിപ്പാട്ട് നടത്താൻ നിൽക്കുന്ന, നഊദുബില്ലാഹ്, വളരെയധികം തരം താഴ്ന്ന രീതിയിൽ ആണിനെയും പെണ്ണിനെയും കോർവേപ്പിച്ചുണ്ടാക്കി അവരുടെ ആദ്യ രാത്രിയൊക്കെ പറഞ്ഞുണ്ടാക്കിയ കല്യാണത്തിന്റെ ദിവസം അന്ന് തന്നെ വളരെയധികം വൃത്തികേടാകുന്ന രീതിയിൽ കെട്ടിക്കൂട്ടിയുണ്ടാക്കിയ പാട്ടാണ്. എന്തെല്ലാമാ നടക്കുന്നത് നിങ്ങൾ നോക്ക്. ലഹറത്തിൽ ഖൈനാത്തു വൽ മാസിഫു. മുസ്ലിം സഹോദരിമാര് നൃത്തം ചെയ്ത് അഭിനയിച്ച് കേസറ്റ് വിറ്റ് കാശാക്കി. കുടുംബ കലഹങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി മുസ്ലിം സഹോദരിമാര് ഉമ്മമാരടക്കമുള്ളവർ തട്ടമിട്ട് വന്ന് അഭിനയിക്കുക. എത്ര വ്യക്താണ് ഈ പറഞ്ഞത്. നല്ലോണം നിസ്കാരപ്പായലിരുന്ന് ഓതി അള്ളാഹുവിലേക്ക് അടുക്കേണ്ടവർ, അത്രയും പ്രായമായവർ, ഉമ്മാമ്മമാരടക്കമുണ്ട് നൃത്തത്തില്. കാരണം അവർക്കുണ്ട് 15,000, മറ്റുള്ളവർക്ക് 25,000, അപ്പുറത്തുള്ളവർക്ക് 40,000, എല്ലാവർക്കും ഉണ്ടല്ലോ. ലഹറത്തിൽ ഖൈനാത്തു, അതിന് പോകരുത്, അതിന് സമയം കളയരുത്.